ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു നിക്ഷേപകൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകൾ എന്ന് പറഞ്ഞ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണത്. അത് ഫസ്റ്റ് വീഡിയോ. ഈ വീഡിയോ സെക്കൻഡ് വീഡിയോ ആ വീഡിയോയുടെ ബാക്കിയാണ്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, CMB, PE റേഷ്യോ, ബുക്ക് വാല്യൂ, ഡിവിഡൻഡ് ഈൽഡ്, ഫേസ് വാല്യൂ, സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, OPM, ടാക്സ്, NPM, ഇൻട്രസ്റ്റ് കവറേജ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വേറെയും കുറേ വേർഡ്സുകളുണ്ട്, അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത് ഒരു വീഡിയോ ആയിട്ടല്ല, പ്രധാനമായിട്ട് ഓഡിയോ ഫയലായിട്ട് അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. കാരണം ഈ വേർഡ്സ് നമ്മൾ പഠിച്ചെടുത്തേ പറ്റും, നന്നായിട്ട് പഠിച്ചെടുക്കണം. അത് കഴിഞ്ഞ് മണി കൺട്രോളിൽ പോയിട്ട് ഓരോ കമ്പനികളുടെ ബാലൻസ് ഷീറ്റൊക്കെ എടുത്ത് നോക്കി ഇത് അനലൈസ് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി ലോങ് ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് വാക്കുകളിലേക്ക് പോകാം. പുതിയ വാക്കാണ് DE റേഷ്യോ. D മീൻസ് ഡെപ്റ്റ്, E മീൻസ് ഇക്വിറ്റി. അതായത് ഈ റേഷ്യോ ഉപയോഗിക്കുന്നത് ഒരു കമ്പനിയുടെ കടത്തിന് എത്ര മാത്രം ഒരു കമ്പനിക്ക് കടമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് DE റേഷ്യോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞു, E എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉടമസ്ഥർ, ഓണേഴ്സ് എത്ര ശതമാനം ക്യാഷ് ആ കമ്പനിയിൽ ഇട്ടിട്ടുണ്ട്, എത്ര ശതമാനം കടമെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാകും. ഇപ്പം ഡെപ്റ്റ് ഒരു 20% കമ്പനിയുടെ ഡെപ്റ്റ് 20%, 80% അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DE റേഷ്യോ എന്ന് പറഞ്ഞാൽ 20/80. 20/80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1/4. 1/4 എന്ന് പറയുമ്പോഴത്തേനും 0.25. 0.25 ഇതാണ് അതിൻ്റെ DE റേഷ്യോ. അപ്പോൾ ഇത് 0.25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1നെ കഴിഞ്ഞും കുറവാണ്. ഈ റേഷ്യോ എത്രയും കുറഞ്ഞിരിക്കുന്നോ അത്രയും നല്ലതാണ് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഈ റേഷ്യോ കൂടിയിരിക്കുന്നത് അപകടമാണ്, കമ്പനി സ്റ്റേബിളല്ല എന്ന് മനസ്സിലാക്കാം. നേരെ ഓപ്പോസിറ്റ് ഇതിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ ഡെപ്റ്റ് 80%, അതായത് 80% കടമെടുത്തിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടി. പിന്നെ കമ്പനിയുടെ ഓണേഴ്സ് 20% ക്യാഷ് മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ PE റേഷ്യോ എന്ന് പറയുന്നത് 4 ആകും. 4. 80/20 4. ഈ 4 എന്ന് പറയുന്ന ഒന്നിനെ കഴിഞ്ഞും കൂടുതലാണ്. വളരെ കൂടുതൽ ഡെപ്റ്റ് ഇവിടെ വളരെ കൂടുതലാണ്. ഇത് കമ്പനിയുടെ ഒരു ഡേഞ്ചറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ PE റേഷ്യോ ആകുന്നത് നല്ലതല്ല. ഈ 1 വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പകുതി ക്യാഷ് ഓണറും 50% ഓണർ ഇട്ടിട്ടുണ്ട്, ബാക്കി 50% കടമെടുത്തിട്ടുണ്ട്. 50/50 1 എന്ന് വരും. 1 എന്ന് വരും. ഈ 1 തന്നെ അത്ര നല്ലതല്ല, കാരണം പകുതി കാശ് കടമെടുത്തിട്ടാണ് എന്നൊക്കെ. 1ൽ താഴെയായി നിൽക്കണം. 1ൽ താഴെയായിട്ട് എത്ര നിൽക്കുന്നോ അത്രയും നല്ലതാണ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. അപ്പം 0.01 അല്ലെങ്കിൽ 0.1 അങ്ങനെയൊക്കെയുള്ള ഒരു ഫിഗറാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കമ്പനീനെ പറ്റി. അപ്പോൾ 1 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് പകുതി പൈസ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ, പകുതി കടമാണ്. 1ന് മുകളിലേക്ക് എത്ര പോകുന്നോ കൂടുതൽ കടമാണ് എടുത്തേക്കുന്നത്, വളരെ കുറച്ച് പൈസയെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഈ DE റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിന്. അടുത്തതായിട്ട് ബാലൻസ് ഷീറ്റിൽ കറണ്ട് റേഷ്യോ എന്ന ഒരു റേഷ്യോ കാണാൻ പറ്റും. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിലേക്ക് മാറ്റാവുന്ന ആസ്തിയും, അതായത് കറണ്ട് അസറ്റാണ് ഈ കാശിലേക്ക് മാറ്റാവുന്ന ആസ്തിയും പെട്ടെന്ന് കൊടുക്കേണ്ടി വരുന്ന ബാധ്യതയും തമ്മിലുള്ള അനുപാതമാണ് ഈ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ മൊത്തം കറണ്ട് അസറ്റിനെ മൊത്തം കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് ഈ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റിനെ കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് കറണ്ട് റേഷ്യോ. ഈ കറണ്ട് റേഷ്യോ 1.25 മുകളിൽ വരികയാണെങ്കിൽ അത് നല്ല കമ്പനിയായിട്ട് കണക്കാക്കാം. മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോകാം. മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല. അതിന് താഴേക്കുള്ളത് കമ്പനി അത്ര സ്ട്രോങ് അല്ല എന്നാണ് കാണിക്കുന്നത്. അടുത്ത CFO, ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്. CFO, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്യാഷ്, ഒറിജിനൽ ക്യാഷ് എത്ര കിട്ടി, ഒരു വർഷത്തെ ബിസിനസ് കൊണ്ട്
ആ കമ്പനിക്ക് ക്യാഷായിട്ട് എത്ര കിട്ടി, പേപ്പറിൽ കാണിക്കുന്ന ക്യാഷല്ല, ഇത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര കിട്ടും എന്നൊന്നുമല്ല. കാരണം പ്രോഫിറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിവേ ക്യാഷായിട്ട്, ലിക്വിഡ് ക്യാഷായിട്ട് എത്ര കിട്ടി എന്നുള്ളത്. കാരണം നമ്മൾ സെയിൽ ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതൽ, ചിലപ്പോൾ ക്രെഡിറ്റൊക്കെ കൊടുത്തിട്ടായിരിക്കാം. 30 days ക്രെഡിറ്റ്, അല്ലെങ്കിൽ 1 month ക്രെഡിറ്റ്, 1 month 30 days, അല്ലെങ്കിൽ 60 days. ഇതേപോലെ ക്രെഡിറ്റ് സെയിൽ ഒക്കെ ഉണ്ട്. ക്രെഡിറ്റ് സെയിലിങ്ങിൽ ക്യാഷ് അന്നേരം കിട്ടില്ല. ക്രെഡിറ്റ് സെയിലിങ്ങിൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ആ ക്യാഷ് തന്നെ പൂർണ്ണമായിട്ടും ആ പീരീഡിനുള്ളിൽ കിട്ടാൻ സാധ്യത കുറവാണ്. കുറേ ക്യാഷുകൾ കിട്ടും, ബാക്കി ക്യാഷുകളൊക്കെ വീണ്ടും സമയം എക്സ്റ്റെൻഡ് ചെയ്ത് പോയേക്കാം. പക്ഷേ ഇതെല്ലാം ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റിൽ ഇത്ര സെയിൽ നടത്തി അതിൻ്റെ ഇത്ര % പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൽ ഇതെല്ലാം വരും. പക്ഷേ കറക്റ്റ് ക്യാഷായിട്ട് കമ്പനിക്ക് അത് കിട്ടിയിട്ടില്ല. എത്ര ലിക്വിഡ് ക്യാഷായിട്ട് കമ്പനിക്ക് കിട്ടി എന്നുള്ളതിൻ്റെ കറക്റ്റ് കണക്കാണ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ CFO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡെപ്റ്റേഴ്സ് ഡേയ്സ്. ഡെപ്റ്റേഴ്സ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമോ ഒരു സേവനമോ ഒരു കമ്പനി അതിൻ്റെ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കമ്പനിയിലേക്ക് വരാനുള്ള ദിവസത്തെയാണ് ഡെപ്റ്റേഴ്സ് ഡേയ്സ് എന്ന് പറയുന്നത്. ആ മിക്ക കമ്പനികളും ചെയ്യുന്ന ക്രെഡിറ്റിനായിരിക്കും കൊടുക്കുന്നത്, റെഡി ക്യാഷ് ആയിരിക്കില്ല. ക്രെഡിറ്റിന് കൊടുക്കുമ്പോൾ കമ്പനികൾ അവരുടെ കസ്റ്റമർക്ക് എത്ര ദിവസം ക്രെഡിറ്റ് കൊടുക്കുന്നു ആ ദിവസമാണ് ഡെപ്റ്റേഴ്സ് ഡേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില കമ്പനികൾ 30 ദിവസവും ചില കമ്പനി 6 ദിവസവും കൊടുക്കുന്നു, ഓൾറെഡി പറഞ്ഞു. എനിവേ അങ്ങനെ കൊടുക്കുമ്പോൾ അത്രയും താമസിച്ചേ ആ ക്യാഷ് ആ കമ്പനിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഡേയ്സ് കുറഞ്ഞിരിക്കുന്നതാണ് കമ്പനിക്ക് ഏറ്റവും നല്ലത്. ക്യാഷ് കമ്പനിയിലേക്ക് വരാൻ താമസിക്കും തോറും കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് കമ്പനി കടമെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കടമെടുക്കുന്നത് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കും, അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ഒരു വിഹിതം പലിശയായിട്ട് പോകും, അത് മൊത്തം ബാധിക്കുക. ഡെപ്റ്റേഴ്സ് ഡേയ്സ് അപ്പോൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്, അതായത് നോർമലി ഒരു മാസമൊക്കെ ഡെപ്റ്റേഴ്സ് ഡേയ്സ് അനുവദിക്കുന്നുണ്ട്. അതിൽ കൂടിയിരിക്കുന്നത് അത്ര നല്ലതല്ല, കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അടുത്തത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് ഷെയറിൻ്റെ എണ്ണം. കമ്പനി ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള മൊത്തം ഷെയറുകളുടെ എണ്ണമാണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അടുത്തത് പ്രൊമോട്ടർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് എത്ര ശതമാനം ഷെയർസ് അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്, പബ്ലിക്കിന് എത്ര കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് കയ്യിൽ വെച്ചേക്കുന്ന ഷെയറുകളുടെ എണ്ണമാണ്, ശതമാനക്കണക്കാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 50% ആ കമ്പനികളുടെ പകുതി ഷെയർ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും പകുതി അവർ പബ്ലിക്കിനായിട്ട് കൊടുത്തേക്കുന്നതാണ്. നല്ല കമ്പനികൾ ഒക്കെ ആണെങ്കിൽ പ്രൊമോട്ടർ ഷെയർ ഏകദേശം 50%, അല്ലെങ്കിൽ 60%, 70%, എത്ര കൂടിയിരിക്കുന്നോ അത്രയും നല്ലതാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 10%, 20% ഒന്നും പ്രൊമോട്ടർക്ക് തന്നെ, അതിൻ്റെ ഓണർക്ക് തന്നെ ആ കമ്പനീനെ പറ്റി അത്ര വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ വെക്കാതെ ആ ഷെയറുകൾ കൂടെ വിൽക്കുന്നത്. ഏകദേശം 50% അതിന് മുകളിലേക്കൊക്കെ ഉള്ളത് വളരെ നല്ല വാല്യുവേഷനായിട്ട് പരിഗണിക്കാം. ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് നമുക്കറിയാം, കമ്പനികളുടെ എത്ര ശതമാനം ഓഹരികൾ അതിൻ്റെ ഓണേഴ്സ് കൈവശം വെച്ചിട്ടുള്ളൂ എന്ന അതിനെ കാണിക്കാനാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ. ചേഞ്ചിന് ഇനി ഇവർ കൈവച്ച് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും മേടിച്ച് എണ്ണം കൂട്ടിയിട്ടുണ്ടോ അതോ ഇതിൻ്റെ എണ്ണം കുറയ്ക്കുവാണോ ചെയ്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കാം. അതിൽ ഒരു സംഖ്യ കാണും, അതായത് ഒരു 2% എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2% കൂടുതൽ ഓഹരികൾ പ്രൊമോട്ടേഴ്സ് വാങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഈ വർഷത്തിനുള്ളിൽ ആണ് ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻ 3 years അല്ലെങ്കിൽ 5 years അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത്ര വർഷത്തിനുള്ളിൽ പ്രൊമോട്ടേഴ്സ് ഇത്രയും കൂടുതൽ ഓഹരികൾ വാങ്ങിയവർ കൂടുതൽ വെച്ചിട്ടുണ്ട്. 2, 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ 10% ഓഹരികൾ അവർ കൂടുതൽ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കഴിഞ്ഞ് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഇതാണ്. കമ്പനീനെ കുറിച്ച് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രൊമോട്ടേഴ്സ് അതിൻ്റെ ഓഹരികൾ കൂടുതലായിട്ട് വാങ്ങുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടിയിരിക്കുന്നത് നല്ലതാണ്. നെഗറ്റീവ് ഒന്നും ആകാതെ ഇരിക്കും. നെഗറ്റീവ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രൊമോട്ടേഴ്സ് അവർ വിൽക്കുന്നതാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പനി അത്ര വിശ്വാസമില്ലാട്ടെന്തോ അവർ ഓഹരി വിറ്റു എന്നുള്ളത് അത് അത്ര പ്ലസ് പോയിൻ്റ് അല്ല. അതായത് പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്, ചേഞ്ച് ഇൻ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് എത്ര ശതമാനം കൂടിയിരിക്കുന്നു അത്രയും നല്ലതായിട്ട് കണക്കാക്കാം. പ്ലെഡ്ജ്ഡ് പേഴ്സൻറ്റേജ് എന്നും പറഞ്ഞിട്ട് ഒരു
ഇത് ടേം കാണാൻ സാധിക്കും. പ്ലെഡ്ജ്ഡ് പേഴ്സൻറ്റേജ്, അതായത് പ്രൊമോട്ടർമാർ തങ്ങളുടെ കയ്യിലുള്ള ഓഹരികളിൽ എത്ര ശതമാനം പുറത്ത് പണയം വെച്ചിട്ടുണ്ട്, ബാങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്ത് പണയം വെച്ച് കാശ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊമോട്ടർമാരുടെ കയ്യിൽ നമുക്കറിയാം ഓഹരികൾ നമുക്ക് പണയം വെക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഓഹരികളുണ്ടെങ്കിൽ പണയം വെക്കാം. പ്രൊമോട്ടറുടെ കയ്യിലും ഓഹരികൾ അവർക്ക് ഇപ്പോൾ ബാങ്കിലും എല്ലായിടത്തുമൊക്കെ പണയം വെച്ച് ക്യാഷ് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഇവർ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ശതമാനം എന്ന് കാണിക്കുന്ന ഒരു 2 വേർഡ്സാണ് പ്ലെഡ്ജ്ഡ് പേഴ്സൻറ്റേജ്. പ്ലെഡ്ജ്ഡ് പേഴ്സൻറ്റേജ് ഉണ്ടെങ്കിൽ അത് മൈനസ് പോയിൻ്റാണ്. അതായത് കമ്പനി നല്ലതല്ല. കാരണം അത് പിന്നെ കമ്പനി ഓൾറെഡി പണയത്തിലാണ്. പ്രൊമോട്ടറുടെ കയ്യിലുള്ള ഷെയർസ് അവർ പണയം വെച്ചു എന്ന് പറഞ്ഞാൽ കമ്പനിയെ പണയം വെച്ചതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൻറ്റേജ് കാണിക്കുവാണെങ്കിൽ, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു മൈനസ് പോയിൻ്റായിട്ട്, കമ്പനിയെ പറ്റിയുള്ള ഒരു മൈനസ് പോയിൻ്റായിട്ട് കണക്കാക്കുന്നു. അടുത്ത ടൈം ROE, ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നാണ് ROE അറിയപ്പെടുന്നത്. അതായത് ഷെയർ ഹോൾഡർ മുടക്കിയിരിക്കുന്ന കാശിന് എത്ര ശതമാനം വാർഷിക റിട്ടേൺ കിട്ടുന്നു എന്നറിയാനുള്ള റേഷ്യോ ആണ് ROE. അപ്പോൾ ഈ ROE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ROE 18% 25% ഉള്ളിലാണെങ്കിൽ അത് നല്ല കമ്പനിയായിട്ട് കണക്കാക്കുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സ് കുറേ ഷെയർ മേടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഷെയർസിന് അവർക്ക് വാർഷിക റിട്ടേൺ എത്ര കിട്ടുന്നുണ്ട് ഒരു വർഷത്തേക്ക്, ആ റിട്ടേൺ കിട്ടുന്നത് കമ്പനിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഷെയർ വില ഉയരുന്നു. അങ്ങനെ കിട്ടുന്ന റേഷ്യോയ്ക്ക് ROE റേഷ്യോ അല്ലെങ്കിൽ ROE എന്ന് പറയുന്നത് ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ലാഭത്തിൻ്റെ ശതമാനമാണ്. അവരുടെ കയ്യിൽ ഇത്ര ഷെയറുണ്ട്, ആ ഷെയറിൻ്റെ ലാഭത്തിൻ്റെ ശതമാനമാണ്. അത് എത്ര കൂടിയിരിക്കുന്നോ അത്രയും നല്ലതാണ്. അടുത്തതായിട്ട് PEG റേഷ്യോ. P മീൻസ് പ്രോഫിറ്റ്, E മീൻസ് ഏണിങ്സ്, G മീൻസ് ഗ്രോത്ത് റേറ്റ്. പ്രോഫിറ്റ് PE റേഷ്യോ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ വീഡിയോയിൽ കേട്ട് കഴിഞ്ഞാണ്. അപ്പോൾ PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ PE ടു ഗ്രോത്ത് റേറ്റ്, പ്രോഫിറ്റ് ടു ഏണിങ്സ് ടു ഗ്രോത്ത് റേറ്റ് എന്നാണ്. അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലിയ പാടില്ല. കാരണം PE റേഷ്യോ 1-ൽ താഴെ ആയത് നല്ല കമ്പനിയാണ്. അണ്ടർ വാല്യൂഡായിട്ട് കണക്കാക്കുന്നുണ്ട് PE റേഷ്യോ. PE റേഷ്യോ 1-ൽ താഴെ വരണം. അങ്ങനെയാണെങ്കിൽ അത് നല്ല കമ്പനിയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് പോകുന്ന കമ്പനി അത്ര നല്ല കമ്പനിയായിട്ട് കണക്കാക്കുന്നില്ല. അടുത്തായിട്ട് ഏണിംഗ് ഈൽഡ്. ഏണിംഗ് ഈൽഡ് എന്ന് വെച്ചാൽ ഓഹരി വാങ്ങാൻ ചിലവാക്കുന്ന കാശിന് എത്ര ശതമാനം റിട്ടേൺ കിട്ടുന്നു എന്നാണ് ഓഹരി ഏണിംഗ് ഈൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര റിട്ടേൺ കിട്ടുന്നു, അതായത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 6%, 7% ഒക്കെ റിട്ടേൺ കിട്ടും. അതിന് മുകളിൽ കിട്ടുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഓഹരി നമുക്ക് വാങ്ങാൻ പറ്റിയത് നല്ല ഓഹരികൾ. അല്ലെങ്കിൽ നമുക്ക് FD ഇട്ടാൽ മതി. അപ്പോൾ ഏണിംഗ് ഈൽഡ് എന്ന് പറയുന്നത് എത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടും ആ ഓഹരിയിൽ കഴിഞ്ഞ, അതായത് ഹിസ്റ്ററിയാണ്, പണ്ട് എത്ര റിട്ടേൺ തന്നിട്ടുണ്ട് അത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏണിംഗ് ഈൽഡ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്നത് EPS, ഏണിംഗ് പെർ ഷെയർ ഇതിനെ ഓഹരി വില കൊണ്ട് ഹരിച്ചാൽ കിട്ടും. EPS ഡിവൈഡഡ് ബൈ പ്രൈസ്, CMP, കറണ്ട് പ്രൈസ് ഓഫ് ഷെയർ. CMP നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. EPS ഏണിംഗ് പെർ ഷെയർ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേഴ്സൻറ്റേജ്, ഈ പേഴ്സൻറ്റേജ് 7% അല്ലെങ്കിൽ ഒരു 10%-ലൊക്കെ കൂടുതലായിരിക്കണം. 10% എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വാർഷികമായിട്ട് നമുക്ക് ഇതിൻ്റെ കമ്പനിയുടെ ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 10% റിട്ടേൺ കിട്ടും. 20% ആണെങ്കിൽ ഏകദേശം 20% റിട്ടേൺ കിട്ടും. അതാണ് ഏണിംഗ് ഈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.